ഗായ്സ്, അങ്ങനെ VKG എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഈ സീരിയൽ മേഖലയിൽ സഹസംവിധായകനായിട്ട് കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സീരിയൽ മേഖലയിലെ കാഴ്ചകളോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വിശേഷങ്ങളോ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പലപ്പോഴും വിചാരിക്കും. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്ക് കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അത് വേണ്ടാതെ വെക്കാറ് തന്നെയാണ് പതിവ്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ അത്യാവശ്യം കുറേ വീഡിയോസൊക്കെ ആവശ്യമുള്ള കുറേശ്ശെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സീരിയൽ ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകളും മറ്റും കാണിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ ലൊക്കേഷനിലെത്തി. രാവിലെ തിരക്ക് കാരണം വരുമ്പോഴുള്ള മറ്റു വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ ആരംഭിച്ചു. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പനംകോട്ടുള്ളൊരു കൊട്ടാരത്തിൽ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടത്തുന്നത്. ഡയറക്ടർ മറ്റെല്ലാവരും ഇരിപ്പുണ്ട്. പിന്നെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഉണ്ണിമോള്, ഗിരിദേവൻ, വാവ എന്നിവരെ വെച്ചിട്ടാണ് നമ്മൾ രാവിലത്തെ സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഗായ്സ്, ഇപ്പോൾ അവർ ക്യാമറയിൽ വൈറ്റ് ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ഗിരിദേവൻ്റെയും വാവയുടെയും മറ്റൊക്കെയുള്ള ക്ലോസപ്പ് ഷോട്ടുകളാണ് ഇനി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലോസപ്പ് ഷോട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീൻ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ അടുത്ത സീനിലേക്ക് പോവും. അങ്ങനെ ഗായ്സ്, ഒരു സൈഡിലാണെങ്കിൽ ട്രാക്കിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വയ്ക്കാനുള്ള ട്രാക്കുകളൊക്കെ യൂണിറ്റ് അംഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത്. മറ്റൊരു സൈഡിലായിട്ടാണെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു 1-2 പേര് ഇവിടെയാണെങ്കിൽ അമ്പലത്തിൽ വെച്ചിട്ട് 2 പെൺകുട്ടികളുടെ ഒരു അരങ്ങേറ്റം നടത്തുന്നതായിട്ടൊരു സീനുണ്ട്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെ കർട്ടനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. ലൈറ്റും മറ്റുമൊക്കെ ആർട്ടിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം എല്ലാം പൂർത്തിയായി. ഇനി അതിന് ശേഷം ലൈറ്റപ്പൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ലൈറ്റപ്പിൻ്റെ പണികളൊക്കെ യൂണിറ്റ് അംഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രാക്ക് ക്യാമറ വെക്കാനുള്ള ട്രാക്കിൻ്റെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഗൈസ്, അങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാനുള്ള പാട്ടൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കുകയാണ്. അങ്ങ് ദൂരെ ഇരുന്ന് ഷോട്ടൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറക്ടറാണ്. അങ്ങനെ ട്രാക്കിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈറ്റപ്പിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി. അങ്ങനെ ഗായ്സ്, നമ്മളിനി ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നൃത്തത്തിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഭദ്രക്കുട്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. നൃത്തം ചെയ്യുന്ന ഭദ്രക്കുട്ടിയും വൈഗയുമാണ് നൃത്തം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് വൈഗ. അവളും ഡാൻസിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മുടെ സ്റ്റേജിൻ്റെ പണികളും അത്യാവശ്യം ലൈറ്റപ്പും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കി. നമ്മുടെ ആർട്ടിലെ പ്രവീണ് വിളക്കെല്ലാം കത്തിച്ചു. ഇനി നമുക്ക് നൃത്തത്തിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് പോയതിന് ശേഷം അടുത്ത നൃത്തത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പം നമ്മുടെ വൈഗക്കുട്ടി നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമുക്കിനി നൃത്തമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
ഗൈസ് അങ്ങനെ ഈ നൃത്ത പരിപാടി നിങ്ങൾ ഒരുപാട് നേരം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതിന് ശേഷം രണ്ടാമത് നമ്മുടെ ബർത്ത്ഡേ കുട്ടിയുടെ നൃത്തം കൂടിയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ സമയം ഏകദേശം ഒരു 9 മണിയോളം ആയിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി ഷൂട്ടിങ്ങൊക്കെ ഇനി നാളെ. അപ്പോൾ ഇന്നത്തെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് പിറ്റേ നമ്മൾ പതിവ് പോലെ ഒരു 7 മണിയോളം ആയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പൻ ദിവ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സീനിന് വേണ്ടിയിട്ട് നമ്മുടെ ആരവിനെ മേക്കപ്പ് ആൻഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ ദിവ്യവേഷത്തിലും അതേപോലെ തന്നെ ഒരു ദേവീ വേഷത്തിൽ അനു ജോസഫും മറ്റൊരു ദേവിയുടെ വേഷത്തിൽ സ്വാസികയും വരുന്ന അവരുടെ ഒരു കോമ്പിനേഷൻ സീനാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ. അങ്ങനെ ഗൈസ് ഷൂട്ടിംഗ് സ്ഥലത്ത് ഈ ഷൂട്ടിംഗ് വേണ്ടിയുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി ലൈറ്റപ്പൊക്കെ കഴിഞ്ഞു. ക്യാമറയിൽ അവർ അനു ജോസഫിനെ വെച്ചിട്ട് ഒരു റിഹേഴ്സലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനു ജോസഫും സ്വാസികയും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ കുറച്ച് ഫസ്റ്റ് ഷോട്ടിൻ്റെ കുറച്ച് റിഹേഴ്സലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഷോട്ടിലേക്ക് വേണം നമ്മുടെ അയ്യപ്പൻ ദിവ്യവേഷത്തിൽ വന്നിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഷോട്ടിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഷോട്ടാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അയ്യപ്പൻ ജോയിൻ ചെയ്യുന്ന ഷോട്ട്സാണ് ആവശ്യമുള്ളത്. അങ്ങനെ ഗൈസ് അയ്യപ്പനും റെഡിയായിട്ട് അവനും അവരുടെ സെൻട്രലായിട്ട് സ്ഥാനം പിടിച്ചു. മധ്യത്തിൽ അയ്യപ്പൻ അപ്പുറം ഇപ്പുറം രണ്ട് ദേവിമാരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡയറക്ടർ അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷനെ കൊടുത്തുകൊണ്ട് മോണിറ്ററിൻ്റെ അടുത്ത് തന്നെയുണ്ട്. വിനോദ് ഭഗവതി നട എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ലാസ്റ്റ് സ്വാസികയുടെ ക്ലോസപ്പ് ഷോട്ട്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഷൂട്ട് കഴിയും. അങ്ങനെ ക്ലോസപ്പ് ഷോട്ടൊക്കെ ഓക്കെ ആയെന്ന് തോന്നുന്നു. ഡയറക്ടർ പോയിട്ട് ക്യാമറയിലൊക്കെ തൊട്ടുകൊടുത്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഡയറക്ടർ ക്യാമറാമാനും മറ്റുള്ളവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ ഷൂട്ട് അവസാനിപ്പിച്ച് ബാക്കി നാളെ. ഗൈസ് അങ്ങനെ അതുപോലെ നമ്മൾ പിറ്റേ ദിവസം ഒരു 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിൽ കയറി. ഡയറക്ടറൊക്കെ നമ്മുടെ ഉണ്ട്. നമ്മൾ ക്യാമറമാനെ പിക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഗൈസ് ക്യാമറമാനൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ആരവിൻ്റെ ബർത്ത്ഡേ ആണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ അയ്യപ്പനായിട്ട് അഭിനയിക്കുന്ന ആരവ് കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ എല്ലാവരും ആരവിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാണ്. നമ്മുടെ പ്രൊഡ്യൂസറായ ശരണ്യ മേഡവും പിന്നെ അതിലും നമുക്ക് കൂടുതൽ സന്തോഷമുള്ളത് നമ്മുടെ KR വിജയമ്മ. അങ്ങനെ അമ്മയും നമ്മളോട് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉണ്ട്. അതും ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ ചെറുപ്പത്തിലെ സിനിമകൾ കാണുമ്പോൾ മുതൽ നായികയായിട്ടൊക്കെ അഭിനയിക്കുന്ന KR വിജയമ്മ അമ്മയെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുമ്പോഴും അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു അനുഭവമൊക്കെ തന്നെയാണ് ഉള്ളത്.
അങ്ങനെ ഗൈസ് നമ്മുടെ തലേ ദിവസത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അതുപോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അന്ന് രാവിലെ തന്നെ ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പൂജയൊക്കെ ചെയ്ത് ഷൂട്ട് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പൂജയൊക്കെ ചെയ്ത് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ ഗായ്സ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് അകത്തുള്ള കാട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ള കുറച്ച് ഏരിയയിലാണ് ഗായ്സ് ഇനിയുള്ള നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അങ്ങനെ കഴിച്ചു ഡേ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നൈറ്റും കുറച്ച് ഷൂട്ടെല്ലാം ഉണ്ട്. അയ്യപ്പനെയും വാവരെയൊക്കെ വെച്ചിട്ട് കാട്ടിനുള്ളിലായിട്ടൊക്കെ തന്നെയാണ് നൈറ്റും ഉള്ള ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സീനും കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഷൂട്ട് കഴിയും. അങ്ങനെ ഗൈസ് പിറ്റ് നമ്മളൊരു 7 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഡയറക്ടറേയും ക്യാമറാമാനെയൊക്കെ പിക്ക് ചെയ്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമുക്കൊരു വിശേഷപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിമോളായിട്ട് അഭിനയിക്കുന്ന ഏതിലിൻ്റെ പിറന്നാളാണ് ഇന്ന്. അങ്ങനെ ഗായ്സ് ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഡേ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നൈറ്റ് നമുക്ക് കുറച്ച് ഷൂട്ടുണ്ട്. ഈ സീനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ സീൻസ് എല്ലാം കഴിയാണ്. ഇന്നത്തെ സീൻസ് മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ ഷെഡ്യൂൾ ഫുൾ പാക്കപ്പ് ആവുകയാണ്. ഇനിയിപ്പോൾ ഈ ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഇനി ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇത് ലാസ്റ്റ് സീനാണ് ഈ ഷെഡ്യൂളിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പാക്കപ്പ് ആവും, എല്ലാവർക്കും വീടുകളിലേക്കൊക്കെ പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഷെഡ്യൂൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഗായ്സ് അതിസാഹസികമായിട്ട് നമ്മുടെ ഈ ഒരു ഷെഡ്യൂളിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം, ശുഭദിനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.